ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് എന്താണ് ഈ ഇൻപുട്ട് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. എന്താണ്? ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ് അഥവാ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഡിവൈസസ് വിച്ച് റിസീവ്സ് ദ ഡേറ്റ ഫോർ പ്രോസസ്സിംഗ് ആർ കാൾഡ് ഡാഷ്. എന്താണ് ഉത്തരം? ഇൻപുട്ട് ഡിവൈസസ്. സോ ഡിവൈസസ് വിച്ച് റിസീവ്സ് ദ ഡേറ്റ ഫോർ പ്രോസസ്സിംഗ് ആർ കാൾഡ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ റിസീവ് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഉത്തരം. എന്താണ്? ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന 0 and 1 എന്നുള്ള 2 നമ്പേഴ്സ് മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ആ ഒരു ഫോം, അതായത് ബൈനറി വിവരങ്ങളിലോട്ട് മാറ്റുന്ന ഉപകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഉപകരണങ്ങളെന്ന് പറയുന്നത്. ആൻ ഇൻപുട്ട് ഡിവൈസ് converts the input information into suitable binary code form acceptable to a computer. നമുക്കിനി നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒത്തിരി ഇൻപുട്ട് ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കീബോർഡാണ്. നമ്മൾ ഒത്തിരി പഠിച്ചൊരു കാര്യമാണ്, കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പം ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് കീബോർഡാണ്. കീബോർഡ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് അല്ലേ. അപ്പോൾ ഡേറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ചെയ്യുന്നത്? കീബോർഡ് ത്രൂ ടൈപ്പിങ്ങിലൂടെയാണ് ഡേറ്റ നൽകുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡ് മനസ്സിലായി. അടുത്തതായിട്ട് പറയുന്നത് മൗസാണ്. മൗസ് എങ്ങനെയാണ് നൽകുന്നത്? ത്രൂ ക്ലിക്കിങ് അല്ലേ. മൗസ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടാണ് വിവരങ്ങൾ നൽകുന്നത്. അടുത്തതായിട്ട് സ്കാനർ. സ്കാനർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ട്രോക്ക് ബോൾ എന്ന് പറയുന്നത് മൗസിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണ് കേട്ടോ ഈ ട്രോക്ക് ബോൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജോയിസ്റ്റിക് എന്ന് പറയുന്നത് ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. OMR ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് OMRനെ പറയുന്നത്. പരീക്ഷകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ OMR എക്സാമുകളാണ് PSCക്കൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? OMR അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നും പറയാം. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നും പറയാം. അടുത്തത് എന്താണ്? MICR. എന്താണ് MICR? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നും പറയാം. ഇത് ബാങ്കിലൊക്കെ ചെക്ക് ബുക്ക് ഉണ്ടല്ലോ, ഇവ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ MICR എന്ന് പറയുന്നത്. അടുത്തത് ബാർകോഡ് റീഡർ. ഇത് നമുക്കറിയാമല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അതിലുള്ള ഡേറ്റ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ് അറിയായിരിക്കും, ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. മൗസിന് പകരം ടച്ച് പാഡാണ് ലാപ്ടോപ്പിലുള്ളത്. ഒരു പോയിൻറ്റിങ് ഡിവൈസാണ്. മൈക്രോഫോൺ, ദെൻ ലൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാം. നമ്മുടെ പെൻ എന്തിനാണ്? എഴുതാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ഒരു ഇൻപുട്ട് ഡിവൈസാണ് എന്നുള്ള രീതിക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ പറയുന്നത് OCR എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം: കീബോർഡ്, മൗസ്, സ്കാനർ, ട്രോക്ക് ബോൾ, ജോയിസ്റ്റിക്, OMR, MICR, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, ലൈറ്റ് പെൻ, മൈക്രോഫോൺ,
ദെൻ ഒ സി ആർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ.